വിജയത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പരാജയത്തിൽ നിന്നും പഠിക്കാനുണ്ട്. സന്തോഷത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ ദുഃഖത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായതെനിക്ക് നന്നായി. അതുകൊണ്ട് പരാജയപ്പെട്ട ആരും ഇന്ന് പകലിൽ നിരാശപ്പെടരുത്. പരാജയപ്പെട്ട ആരും പിന്മാറരുത്. പരാജയം നിങ്ങളെ വിലയേറിയ സത്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഭാഗത്ത് പത്രോസിന്റെ ചില പരാജയങ്ങളും കൂടെ കാണും. അതിലൊരു പരാജയത്തിൻ്റെ പരിണിത ഫലമാണ് ലോകപ്രസിദ്ധമായ പത്രോസിന്റെ ലേഖനങ്ങൾ. അതുകൊണ്ട് പരാജയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നമ്മൾ പരാജയപ്പെടാൻ വേണ്ടിയല്ല, പരാജയപ്പെട്ടതിൽ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പരാജയപ്പെടാത്ത ഒരാളെങ്കിലും ഈ ക്ലാസ്സോ ഈ പുസ്തകമോ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നുണ പറയുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ നുണ പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു മോട്ടിവേഷൻ ടീച്ചറുടെ ഒരു ബുക്കിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ്റെ ബയോഡാറ്റ പരിശോധിച്ചപ്പോൾ LKG മുതൽ ടോപ്പ് ഹയർ ഡിഗ്രി വരെ എല്ലായിടത്തും ഫസ്റ്റ് റാങ്ക് ആണ്. ആ ചെറുപ്പക്കാരനെ അയാൾ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ജോലി തരില്ല. എന്താ സാറേ റീസൺ എന്ന് പറഞ്ഞു ചോദിച്ചു. നിങ്ങൾ പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ആവശ്യമുള്ള മറ്റനേക സ്ഥാപനങ്ങൾ ഉണ്ടാവും, അവിടെ പൊയ്ക്കോളൂ, നിങ്ങളെ ഈ കമ്പനിക്ക് പറ്റില്ല. അപ്പോ പരാജയത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ വിജയത്തിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. പ്രോത്സാഹനത്തിൽ നിന്നും കിട്ടുന്നതിൽ കൂടുതൽ എനർജി വിമർശനത്തിൽ നിന്ന് കിട്ടും. സംശയിക്കണ്ട. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്നുള്ള അതിപുരാതനമായ ഗീതം ഇല്ലെങ്കിൽ മരണവീട്ടിൽ എന്തോ വായിച്ചേനെ. ആ ഗീതം ജനിക്കാൻ കാരണം ദുഃഖമാണ്, ജ്യേഷ്ഠന്റെ മരണം. ചെങ്കടൽ വിഭജിച്ചപ്പോൾ മോശ പാട്ടെഴുതിയില്ല. പാറയിൽ നിന്ന് വെള്ളം ചാടിപ്പുറപ്പെട്ടപ്പോൾ മോശ പാട്ടെഴുതിയില്ല. തൻ്റെ നിഴല് പോലെ കൂടെ നടന്ന തൻ്റെ കൂടപ്പുറപ്പ് നിശ്ചലനായി കണ്ണിന് മുമ്പിൽ കിടന്നപ്പോൾ പാട്ട് വന്നു. പാട്ട് വരണം, അകത്തുനിന്ന് വരണം. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരിയിൽ നിന്ന് മരളി ചെയ്യുന്നു. ആ വരികളൊക്കെ എത്ര സുന്ദരമാണ്, എന്തൊരു കവിതയാണ്, എത്ര നൂറ്റാണ്ടുകൾ പഴക്കം ചെന്നു. എപ്പോൾ ഇത് ജനിച്ചു? തൻ്റെ ഏക തുണ, തൻ്റെ വലങ്കൈ എന്ന് വിളിക്കാവുന്ന മനുഷ്യൻ്റെ വേർപാടാണ് ആ വരികൾ എഴുതുവാൻ തന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് പരാജയങ്ങളെ നോക്കി പറയുക, നീ എൻ്റെ അധ്യാപകനാണ്. നമുക്ക് നോക്കാം മത്തായി സുവിശേഷം 18-ാം അധ്യായം. അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യമേ വായിക്കുന്നത്.
അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മതി, നമുക്കിനിയും ഹോംവർക്ക് ചെയ്താൽ മതി. അത് 21 മുതൽ 35 വരെ വായിക്കണം. ഈ ക്ലാസ് ഒത്തിരി അങ്ങ് നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് ചുരുക്കുകയാണ് ഈ ഭാഗമൊക്കെ. ഈ ഭാഗത്തൊക്കെ ഒത്തിരി മുത്തുകളുണ്ട്. എൻ്റെ സാധാരണ രീതി വെച്ചാണ് ഇവിടെ നിൽക്കും 1 മണിക്കൂർ. പത്രോസിന്റെ ചോദ്യത്തിന്റെ സാഹചര്യം ആദ്യം ഒന്ന് ചിന്തിക്കാം. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉപദേശിമാരുടെ കൂട്ടത്തിൽ ആരൊക്കെയോ പത്രോസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. താൻ ഒരു കോമൺ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. സഹോദരൻ എന്നോട് പിഴച്ച, കർത്താവേ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് പിഴച്ചാൽ എന്നല്ല ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അതൊരു പൊതു ക്വസ്റ്റ്യൻ ആണെന്ന് വെക്കാം. പൊതു ക്വസ്റ്റ്യനായിട്ട് അവതരിപ്പിക്കുന്നത് പോലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണെന്ന അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു പൊതുചോദ്യം അല്ല, തികച്ചും വ്യക്തിപരമാണ്. കാരണം കർത്താവിൻ്റെ അടുത്ത് കള്ളത്തരം പറയാൻ ഒക്കുകയല്ലോ. സഹോദരൻ എത്ര വട്ടം എന്നോട്, ആരാ പത്രോസിന്റെ സഹോദരൻ? പത്രോസ് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിലല്ലേ, കർത്താവിന്റെ കൂടെയല്ലേ. ഈ 12 പേരിൽ ആരോ ഒരാളാ. അപ്പൊ ഉപദേശിമാരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ? പിന്നെ കൂടുതലല്ലേ, കുട്ടും കുറവില്ല. കാരണം അവർ മനുഷ്യരാണല്ലോ. അവർ ദൈവത്തിന്റെ ദൂത് വഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അവർ ദൈവമല്ല. അപ്പൊ അവരവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കേണ്ടതാണ്. അതിനാണല്ലോ ഇതെല്ലാം കേൾക്കുന്നത്. പക്ഷെ സ്വഭാവ രൂപീകരണം സംഭവിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. എസ്രായെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ 3 പ്രയോഗങ്ങൾ എസ്രായുടെ പുസ്തകത്തിലുണ്ട്. അവൻ ന്യായപ്രമാണം പരിശോധിക്കുവാൻ തുടങ്ങി, അവനത് ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി, അവനത് പഠിപ്പിക്കാൻ തുടങ്ങി. പരിശോധിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പഠിപ്പിക്കുക, ഇതാണ് ഇതിൻ്റെ രീതി. ഇതൊന്നുമില്ലേലും പഠിപ്പിക്കാം. ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു നോട്ട് വെച്ച് വേണേൽ നമുക്ക് പഠിപ്പിക്കാം. ഉദാഹരണത്തിന്, ഫിസിക്സ് പഠിപ്പിക്കുന്നയാള് അത് പ്രാക്ടിക്കലാക്കിയിട്ടില്ല, ആക്കേണ്ട കാര്യവുമില്ല. ഡയബറ്റീസിന് മരുന്ന് തരുന്ന ഡോക്ടർ ആ മരുന്ന് കഴിച്ചിട്ടില്ല, കാരണം പുള്ളിക്ക് ഡയബറ്റീസ് ഇല്ല. പക്ഷെ ബൈബിൾ അങ്ങനെ പറ്റത്തില്ല. നീ ഒരു വാക്ക് പഠിപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ ജീവിതത്തിൽ നീ ആദ്യം ടെസ്റ്റ് ചെയ്യണം. നിന്റെ ബോഡിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ കോവിഡ് വാക്സിനൊക്കെ ഇറങ്ങിയപ്പം അറിവുള്ള സീനിയേഴ്സൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, രാഷ്ട്രീയ നേതാക്കൾ എടുക്കുന്നുണ്ടോ നോക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഈ പിറവത്തൊരു പ്രസിദ്ധനായ ഹാർട്ട് സർജൻ ഉണ്ട്. ലോകത്തിൽ എനിക്കറിയാമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയ പെരിയപ്പുറം എന്നറിയപ്പെടുന്ന ഡോക്ടർ പരസ്യമായിട്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തു, ആളുകളുടെ ഭയം മാറാൻ വേണ്ടിയിട്ട്. നീ പ്രസംഗിക്കുന്ന ഈ വാക്സിൻ ഉണ്ടല്ലോ, വചനം, വേഡ്, അത് നിന്റെ ബോഡിയിൽ പരീക്ഷിച്ചിട്ടുണ്ടോ? നിന്റെ മക്കളിൽ പരീക്ഷിച്ചിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ നീ ഇത് പബ്ലിക്കിന് കൊടുക്കാവുള്ളൂ. അപ്പോ പച്ചയായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന്റെ സത്യം ചങ്ക് തുറന്ന് പറഞ്ഞ ഇതാണ്: എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റൂല, ഞാൻ ക്ഷമിച്ചു മടുത്തു. ഇതാണ് പത്രോസിന്റെ ബോഡി ലാംഗ്വേജ്.
7 വട്ടം പൂർത്തിയായിരിക്കുക ഏതോ ഒരാളോട്. അപ്പൊ ഇനിയും കൈകാര്യം ചെയ്യാം. കാരണം അങ്ങനെയാണല്ലോ സ്വഭാവം, വാളൊക്കെ കയ്യിലോട്ടല്ലോ. അവസാന കാലം ശുശ്രൂഷയുടെ കർത്താവ് ക്രൂശിലോട്ട് പോണതിൻ്റെ തൊട്ട് മുമ്പല്ലേ വാളെടുത്ത് വെട്ടി മഹാഗുരുവിന്റെ ദാസന്റെ കാതൊക്കെ അറുത്തത്. അപ്പോൾ അത്ര മോശം ആൾക്കാരൊന്നും അല്ല. അപ്പൊ ഇനി എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ല, ഇതായി പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. കർത്താവ് വളരെ കൂളായിട്ട് പറയുകയാണ്, 7 അല്ല 770 തൊട്ട്. ഉടനെ പത്രോസ് നമ്മുടെ ഭാഷ പറയുക, മൊബൈൽ എടുത്തു, കാൽക്കുലേറ്റർ എടുത്തു. 7 × 70 = 490. അയ്യോ, അപ്പൊ പല്ല് കടിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഇവനിട്ട് 2 കൊടുക്കണമെങ്കിൽ ഇനി 400 പ്രാവശ്യം കൂടെ കഴിയണം. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ കാൽക്കുലേറ്റർ താഴെ വയ്യേ, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് 35-ാം വാക്യത്തിലുണ്ട്. ഞാൻ വായിച്ചോളാം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പൊ ഈ 3 തരം ക്ഷമയായിപ്പോൾ ഇവിടെ 3 ലെവൽ. 1 7 വട്ടം, 2 490 വട്ടം, 3 ഹൃദയപൂർവ്വം. 7 വട്ടം എന്നത് ഒരു യഹൂദന്റെ അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണത്തിന്റെ, ഒരു പരീശന്റെ, ഒരു സാധാരണ ദൈവഭയമുള്ള മനുഷ്യന്റെ ചിന്തയെന്ന് നമുക്ക് എടുക്കാം. 5-6 പ്രാവശ്യമൊക്കെ ക്ഷമിക്കുക, അത് കഴിയുമ്പോൾ കൊടുക്കുക. എന്നാൽ അതിനേക്കാൾ താഴെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. ഒറ്റ പ്രാവശ്യം പോലും ക്ഷമിക്കുകയില്ലാത്തവരുണ്ട്. നമ്മുടെ കേരളത്തിന്റെ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയായിട്ടൊക്കെയുള്ള മുൻകാല അടിപിടിയുടെ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യ ചർച്ച. സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുക. ഇന്നലെ പറഞ്ഞതിന്റെ മറുപടി ഇന്ന് വരുന്നുണ്ടെന്നാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ക്ഷമ എന്ന് പറയുന്നൊരു സാധനം ഡിക്ഷണറിയിൽ ഇല്ലാത്ത ആളുകളാണ് ഇപ്പം ലോകത്തെ ഭരിക്കുന്നത്. പക്ഷേ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ വെല്ലുവിളിക്കുകയാണ് ലോകത്തെ. യേശു കർത്താവ് തുടങ്ങി വെച്ച ക്ഷമ, സ്തേഫാനോസ് കണ്ടിന്യൂ ചെയ്ത ക്ഷമ, ഇന്ത്യയുടെ മണ്ണിൽ, ഒറീസയുടെ മണ്ണിൽ ഗ്ലാഡീസ് സ്റ്റെയിൻസ് വിളിച്ചു പറഞ്ഞ ക്ഷമ, ആ ക്ഷമ അത് ക്രൂശിൽ നിന്നല്ലാതെ എവിടുന്നും പുറപ്പെടുന്നില്ല. യേശുവിൽ നിന്നല്ലാതെ അത് ലഭ്യമല്ല. അപ്പൊ ഒരിക്കൽ പോലും ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ട്. പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തിരിച്ചടിക്കാത്തവരുണ്ട്. കുറച്ചൊക്കെ ക്ഷമിക്കുന്നവരുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ അടുക്കൽ ഈ വിഷയം വന്നപ്പോൾ പറഞ്ഞു 7 അല്ല 770. ഓ ശരി, എന്നാ 490 അല്ല. പിന്നെന്തുവാ? ഹൃദയപൂർവ്വം. ഹൃദയപൂർവമാണെങ്കിൽ എണ്ണാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്നെ നിങ്ങളിൽ ഒരാൾ അധിക്ഷേപിച്ചു, ഉപദ്രവിച്ചു, ഞാനത് ക്ഷമിച്ചു എന്ന് പറയല്ല, ഹൃദയപൂർവ്വം ക്ഷമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ സാധനം എടുത്തു കളയും, ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്താൽ പിന്നെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ 490 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്ഷമിച്ചിട്ടില്ലെന്നാ. 1, 2 ഡയറിയിൽ എഴുതണമല്ലോ, അല്ലെ? 490 വരെ നിൽക്കണ്ടേ? അപ്പൊ ഡേറ്റ് ഇട്ട് എഴുതുക. ജൂൺ മാസം 8-ാം തീയതി അവൻ എന്നോട് ഇന്നത് ചെയ്തു, 8:35 ഞാനത് ക്ഷമിച്ചു. ജൂലൈ മാസം 8-ാം തീയതി വീണ്ടും അവൻ ചെയ്തു, അത് 8 മണിക്ക് ചെയ്തു, ഞാൻ അത് ക്ഷമിച്ചു. ഇങ്ങനെ എഴുതിയാലല്ലേ 490 വരെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവന് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് അങ്ങനെയല്ലേ ക്ഷമിച്ചത്?
അപ്പം ക്ഷമയുടെ മാനദണ്ഡം എന്ത്? ക്ഷമയുടെ മാനദണ്ഡം 1, ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. 2, ഹൃദയപൂർവം. ഇത് രണ്ടാണ് പ്രധാനമായി തിരുവചനം നമുക്ക് തരുന്ന വെളിപ്പാട്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ എന്ന പ്രയോഗം പല സ്ഥലത്തുണ്ട്. പ്രധാനമായും കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അപ്പോ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ എന്ന ആ വാക്കാണ് ക്ഷമയ്ക്കുള്ള ക്രിസ്ത്യൻ മെഷർമെന്റ്. ഓക്കെ, ഇതിനു വേണ്ടി കർത്താവ് ഒരു ഉപമ പറയുന്നു. ആ ഉപമയ്ക്കകത്ത് ഒരു വലിയ തുക, ലക്ഷങ്ങളല്ല അതിലും കൂടി ഒരു തുക, ഒരു മനുഷ്യൻ കടം മേടിക്കുന്നു. അത് പലിശ അടക്കം വീണ്ടും വലിയ തുകയാകുന്നു. അത് കൊടുത്തു തീർക്കാൻ കഴിവില്ലാതെ വരുന്നു. അപ്പോൾ അവൻ ആ ബാങ്കറുടെ മുമ്പിൽ പോയിട്ട്, ആ പലിശക്കാരൻ്റെ മുമ്പിൽ പോയിട്ട് വീണ് നമസ്കരിച്ചു, എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബാങ്കർ, പൊതുവെ മനസാക്ഷി ഇല്ലാത്തവരെന്ന് നമ്മൾ ധരിക്കുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ബ്ലേഡ്, പലിശക്കാരൻ ആ മനുഷ്യനോട് ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിക്കാൻ മനുഷ്യർക്ക് പറ്റത്തില്ല. കാരണം പൈസ കൊടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാള് ക്ഷമിക്കാൻ പോയാൽ പിന്നെ അയാള് അധികം കാലം ബിസിനസ് ചെയ്യേണ്ടി വരത്തില്ല. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്ക് തിരിച്ചു മേടിക്കാനുള്ള മിഷനറീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു 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 ഓപ്പറേഷൻ സിസ്റ്റം അവരുടെ കയ്യിലുണ്ട്. അതെല്ലാം പൊതുവേദി പറയണ്ടല്ലോ. അവർക്കതിന് വാടക ഗുണ്ടകളൊക്കെ ഉണ്ട്, എന്നാലേ ആ പൈസ പോയി പിരിച്ചു മേടിക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ സിസ്റ്റം ഉണ്ട്. അപ്പോൾ പൈസ കടം കൊടുക്കുന്നയാള് ക്ഷമിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അധികം ദിവസം ബിസിനസ് ചെയ്യേണ്ടി വരത്തില്ല. ഈ മനുഷ്യത്തെ കംപ്ലീറ്റ് ഇളച്ചു കൊടുത്തു. ഈ ക്ഷമ കിട്ടിയവൻ തിരിച്ചു പോകുമ്പോൾ വേറൊരാളെ കണ്ടു, അവന്റെ കഴുത്തിന് കയറി പിടിച്ചു എന്നാ വായിക്കുന്നത്. അത് 28-ാം വാക്യത്തിലാണ്. തൊണ്ടയ്ക്ക് പിടിച്ചു എന്നാ കർത്താവ് പറയുന്ന ഉപമയൊക്കെ എത്ര കറക്റ്റാന്നറിയോ? തൊണ്ടയ്ക്ക് പിടിച്ചാലുള്ള ഗുണം എന്നാന്നറിയോ? ഇവനൊന്ന് കരയാൻ പോലും പിന്നെ പറ്റുകയില്ല. ഞാൻ തന്നോളാം സാറേ, ക്ഷമിക്കണേ, എൻ്റെ മോളെ കെട്ടിക്കാനായി നിൽക്കുക, അതുകൊണ്ടാണ് തരാൻ പറ്റാൻ. ഇതൊന്നും പറയാൻ പറ്റിയല്ലോ, കാരണം തൊണ്ടയ്ക്കല്ലേ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു വാക്ക് പറയാൻ പോലും അവൻ അവസരം കൊടുത്തില്ല. ആരായി ഇത് ചെയ്യുന്നവൻ? 10 ലക്ഷത്തിന്റെ ക്ഷമ കൊണ്ട് ജീവിക്കുന്നവൻ. മറ്റൊരാൾ നൽകിയ അസാധാരണമായ, ചിന്തിക്കാൻ പറ്റാത്ത ക്ഷമയുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവൻ അതിനേക്കാൾ 1000-ൽ-1 പോലും വലിപ്പമില്ലാത്തൊരു ചെറിയ തുകയ്ക്ക് വേണ്ടി കൂട്ടുദാസന്റെ തൊണ്ടയ്ക്ക് പിടിക്കുന്നു. എന്താ കർത്താവ് ഇതിലൂടെ തെളിയിക്കുന്നേ? പത്രോസേ, ഞാൻ നിനക്ക് തന്ന ക്ഷമയുടെ വലിപ്പം നീ ഓർത്താൽ നിനക്ക് ആരോടും ക്ഷമിക്കാം, എത്ര പ്രാവശ്യം വേണേലും ക്ഷമിക്കാം. ഇതാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഒടുവിൽ പറയുകയാണ്, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ. ഇന്ന് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ
ഇതൊക്കെ ക്ലാസ് എടുക്കാനല്ലേ പറ്റുള്ളൂ, പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ? നമുക്കിന്ന് രാവിലെ ഒരു നിമിഷം സ്വന്തം മനസ്സിനെ ശോധന ചെയ്യാം. ഒരു നിമിഷം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ ഒരു കൃപ നമുക്ക് കർത്താവിനോട് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. പ്രൈസ് ദി ലോർഡ്. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും, കൃപയും നന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും, കൃപയും നന്നാശ്രയമാ. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനം ഒളി നൽകും, കൃപയും നന്നാശ്രയമാ. കൃപ കൃപയും ഹല്ലേലൂയ. കൃപ കൃപയും ആനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും, കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും, കൃപ മതിയെന്നാലും. അതെ, കൃപയില്ലാതെ ഇത് സാധ്യമല്ല. കർത്താവേ, അളവറ്റ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഒരിക്കൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ഗൾഫിൽ ദീർഘവർഷം ജോലി ചെയ്ത് റിട്ടയറായി നാട്ടിൽ വന്ന ഒരു ആൻറ്റി എന്നെ വിളിക്കുന്നു, ഫോൺ വിളിക്കുന്നു. ഇന്ന് പാസ്റ്റർ വീട്ടിലുണ്ടോ? ഇന്ന് ഫ്രീ അല്ലേ? ദുഃഖ വെള്ളിയാഴ്ചയാണല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്, ഞാനൊന്ന് വന്നോട്ടെ. അവർ വന്നു. അന്ന് ഞാൻ താമസിക്കുന്നത് ഇവിടെയല്ല, പെരുമ്പാവൂരാണ്. അവർ വന്നത്, അവരെ ഒരു മർത്തമക്കാരിയായ സഹോദരിയാണ്. അവർ വന്നത് അവരുടെ വീട്ടിൽ ഭർത്താവിൻ്റെ പെങ്ങളുണ്ട്. അത് അവിവാഹിതയാണ്. ആ സഹോദരിയുമായിട്ട് എന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എപ്പോഴും വഴക്ക. നമുക്കറിയാലോ അങ്ങനെ ഒരു വീടിൻ്റെ അന്തരീക്ഷം. വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ നിലനിൽക്കുന്നു, ആ ഒരു ബുദ്ധിമുട്ട്. അപ്പം അതങ്ങ് ഓവറായി, ഇവരങ്ങ് ഫെഡപ്പായി. ഇന്നൊരു ദുഃഖ വെള്ളിയാഴ്ച, എനിക്കിതിനൊരു പരിഹാരം വേണം. എനിക്ക് ഈ കണ്ടീഷനിലങ്ങ് മരിച്ചാലും കുഴപ്പമില്ല. കാരണം എന്നും വഴക്ക, എന്നും വഴക്ക. ഞാൻ എന്തെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് എനിക്ക് ദൈവത്തിനെ അറിയത്തുള്ളൂ. പക്ഷെ അവരെന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പാസ്റ്റർക്ക് എന്തായാലും എന്നോടൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ സിസ്റ്ററിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബൈബിളാണ്. അവർ പരിജ്ഞാനവും വിദ്യാഭ്യാസമുള്ള സൗകര്യമാണ്. ഞാൻ പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞപ്പോഴേ മനസ്സിലായി. സിസ്റ്ററിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ആ സഹോദരിയല്ല, ഈ ബൈബിളാണ്.
അതെന്താ? ഇത് വായിച്ചത് കൊണ്ടല്ലേ അവരോട് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത. ഇല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നൊരു അനാഥശാലയിലാക്കുകയല്ലേ, പണ്ടേ വൃദ്ധബന്ധത്തിലാക്കുകയല്ലേ. അപ്പം നിങ്ങളുടെ പ്രോബ്ലം ആ ലേഡിയല്ല, നിങ്ങളുടെ പ്രോബ്ലം ഈ ബൈബിളാണ്. അടുത്ത സ്റ്റെപ്പ്, നിങ്ങളുടെ പ്രോബ്ലം യേശുവാണ്. നിങ്ങളുടെ മനസ്സിന്റെ തൊട്ട് മുമ്പിൽ കർത്താവ് നിൽക്കുക, പരിശുദ്ധാത്മാവ് നിൽക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്. ഇത് ഞാനങ്ങ് ബുദ്ധി കൊണ്ട് പറഞ്ഞൊന്നുമല്ല, കർത്താവ് തന്നൊരു വാക്ക്. പക്ഷെ അത് അവര് വല്ലാതെ ഉടച്ചു, അവര് കരയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, നിങ്ങള് യേശുവിനെ വേണോ അതോ നിങ്ങളുടെ സ്വയം വേണോ, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. യേശുവിനെ വിഷമിപ്പിക്കാൻ മേലല്ലേ? യേശുവിനെ വിഷമിപ്പിക്കാൻ മേലെങ്കിൽ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അവർക്കടി ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പറയാം. എല്ലാ ദിവസവും ഈ നമ്മളെ ഉപദ്രവിക്കുന്ന സഹോദരിയുടെ 1, 2, 3 നല്ല കാര്യങ്ങൾ, തലമുടി ചീകിയോ നൈറ്റിയുടെ കാര്യമോ എന്തെങ്കിലും 1, 2 നല്ല കാര്യങ്ങൾ പറയണം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കണം. ഒരു 3-4 കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊരു ദുഃഖ വെള്ളിയാഴ്ച. ഞായറാഴ്ച എന്നെ വിളിച്ചു, പാസ്റ്ററെ ഇതൊരു നല്ല ഉയർപ്പ് ഞായറാഴ്ചയാണ്, എൻ്റെ സഹോദരിക്ക് ഭയങ്കര മാറ്റാന്ന്. ഞാൻ പറഞ്ഞ സഹോദരിക്കല്ല മാറ്റം, നിങ്ങൾക്കാണ് മാറ്റം. നിങ്ങൾക്ക് മാറ്റം വന്നു, അതായത് കാര്യം. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം പഠിച്ച് എങ്ങോട്ടാ പോണേ പഠിച്ച് ദൂരം പ്രസംഗം കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത എത്ര ആൾക്കാരുണ്ട് നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കി. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത, പത്രോസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത ഒരാൾ 12 പേരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മേലാത്ത എത്ര പേര് ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ട്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ബ്ലസ് ചെയ്യുക. നമുക്കിവിടുന്ന് പോകാം. ക്ഷമ സംബന്ധിച്ച് പത്രോസിൻ്റെ അറിവില്ലായ്മയാണ് കർത്താവ് ഇവിടെ തിരുത്തുന്നത്, അബദ്ധം. നമ്മളിപ്പോൾ ഇത് 3-ാമത്തെ പോയിന്റാണ്. 1, പ്രഥമ സംഗമത്തിലെ നിസ്സംഗത. 2, കർത്താവിനെ ശാസിക്കുന്ന പത്രോസ്. 3, ക്ഷമയെ പറ്റിയുള്ള തെറ്റിദ്ധാരണ. 4-ാമത്തെ ചിന്തയിലേക്ക് പോവുകയാണ്. മത്തായി സുവിശേഷം 19-ാം അധ്യായം 27 മുതലാണ് നമ്മൾ വായിക്കാൻ പോണത്. മത്തായി 19:27 മുതൽ. മത്തായി സുവിശേഷം 19-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ഇതാണ് പത്രോസിന്റെ ജീവിതത്തിലെ ഞാൻ കണ്ട 4-ാമത്തെ വലിയ അബദ്ധം. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഉത്തരവും വിശദീകരണവും കിട്ടണമെന്നുണ്ടെങ്കിൽ 20-ാം അധ്യായം 16-ാം വാക്യം വരെ പഠിക്കണം. എന്നാൽ ഇപ്പം നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ഷോർട്ട് കട്ട് പറയാം. കർത്താവ് ഈ വിഷയത്തിന് പറയുന്ന ഉത്തരം, ആദ്യത്തെ ഉത്തരം പോസിറ്റീവാണ്. അത് 28-29 വാക്യത്തിലുണ്ട്. എന്നാൽ 2-ാമത്തെ ഉത്തരം നെഗറ്റീവാണ്. അത് 30-ാം വാക്യം മുതൽ 20-16 വരെയാണ്. ഇനി ഞാനതൊന്ന് പറയാം, കേട്ടോളൂ. 28-29 വായിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ
പുനർജനനത്തിങ്കിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. ഇത് ആശ്വാസകരമായ ഒരു മറുപടിയല്ലേ? എന്ത് കിട്ടുമെന്നല്ലേ ചോദിച്ചത്? എന്ത് കിട്ടും? ഭരണം കിട്ടും. ഭരണം. എന്ത് കിട്ടും? നഷ്ടപ്പെട്ടതെല്ലാം 100 മടങ്ങ് കിട്ടും. എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും. അപ്പൊ 3 കാര്യം കിട്ടും. എന്ത് കിട്ടും? ഭരണം. ഭരണം. ഭരണമല്ലേ ഏറ്റവും വില കൂടിയതാണോ? അതെ. ഒരു പഞ്ചായത്ത് മെമ്പർ ഒക്കെ വലിയ തുക വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? അത് MLA ആവുമ്പം കോടികൾ, MP ആവുമ്പോൾ അതിലും വലുത്. ഭരണം കിട്ടാൻ വേണ്ടി ഒരാളുടെ കുറവുണ്ട്. അപ്പം ആ ആൾ ഇപ്പുറത്തേക്ക് മാറിയാൽ അയാൾക്ക് കിട്ടുന്നത് എത്രയാണെന്നൊക്കെ ഈ പത്രത്തിൽ വരുന്നത് നേരാണെങ്കിൽ ഭീകരമാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ സത്യമാണെങ്കിൽ ഭീകരമാണ്. നമ്മുടെ ഒന്നും ആയുസിൽ എണ്ണി തീർക്കാൻ മേലാത്ത തുകയൊക്കെയാണ് ഒരാൾ വാങ്ങുന്നത്. അപ്പോൾ ഭരണത്തോളം വിലയുള്ളതൊന്നും നിലവിൽ ഇപ്പം മറ്റൊന്നില്ല. 100 കോടി 2000 കോടി 3000 കോടി എന്നൊക്കെ പറയുന്നത് ഭരണം പിടിക്കാൻ വേണ്ടിയാണ് മുടക്കുന്നത്. അപ്പൊ ഭരണമായി ഏറ്റവും വലുത്. യേശു പറഞ്ഞു ഭരണം തരും, ഭരണം തരാം. സകലവും വിട്ട് എന്നെ അനുഗമിച്ച നിങ്ങൾക്ക് ഞാൻ ഭരണം തരാം. 2, നിങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ അതെല്ലാം 100 ടൈംസ് 100 മടങ്ങ് തരാം. 3, നിത്യജീവൻ തരാം. പക്ഷേ ഒരു ബട്ടുണ്ട്. എങ്കിലും ബട്ട്. അപ്പോൾ ഓർത്തോണം എന്തോ കുഴപ്പമുണ്ട്. മോനെ, ഞാൻ നിനക്കൊരു മോട്ടോർ ബൈക്ക് മേടിച്ച് തരാം. എന്നാൽ അത് പറയുമ്പോഴോർത്തോണം എന്തോ കുഴപ്പമുണ്ട്. എങ്കിലും ഇതെന്തോ എങ്കിലും, ഇന്ന് നീ മുമ്പന, നാളെ നീ പിമ്പനാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. പത്രോസ് ഒന്നാമനെന്ന എല്ലായിടത്തും ഒന്നാമൻ പത്രോസ്. ലോകം മുഴുവനുള്ള സഭയിൽ ഈ ഒന്നാമന്മാര് വലിയ പ്രശ്നമാണ്. ഇത് ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. പിണങ്ങിയോണ്ട് കാര്യമില്ല. ഞാൻ ഒത്തിരി സഭകളിലൊക്കെ ഇരുന്ന് അനുഭവം ഉള്ളതുകൊണ്ട് പറയുക. ആരായി ഒന്നാമൻ? സഭയ്ക്ക് സ്ഥലം കൊടുത്തയാള്. ഹോള് പണിയാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തയാള്, ഏറ്റവും കൂടുതൽ ശുശ്രൂഷ പ്രയോജനപ്പെട്ടയാള്, ഒത്തിരി അധ്വാനിച്ച പാസ്റ്റർ. ഇവരൊക്കെ ഈ ഒന്നാമന്മാര്. ഇവർ കുറെ കഴിയുമ്പോൾ പരാതിക്കാരായി മാറുന്നു. എനിക്ക് അംഗീകാരം കിട്ടിയില്ല, എനിക്ക് ബഹുമാനം കിട്ടിയില്ല, എന്നെ ആരും ഓർത്തില്ല, എൻ്റെ പേരൊന്നും പറഞ്ഞില്ല. ഞാനൊരു കല്യാണത്തിന് ഇരിക്കുകയാണ്. സ്ഥലമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇനി ചെറുക്കനെയും പെണ്ണിനെ അറിഞ്ഞെങ്കിലോ എന്ന് ഓർത്ത് സ്ഥലം പറയുന്നില്ല. ഞാനാണ് ആ കല്യാണം നടത്തുന്നത്. അല്ല, ഞാനല്ല, വേറൊരു ദൈവവചനം ഞാൻ പ്രസംഗിക്കുക. ഏതാണ്ട് ഒടുവിലേക്ക് അടുത്തടുത്ത് വരിക. അടുത്തിങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന എന്നേക്കാൾ സീനിയറായ ഒരു ദൈവദാസൻ പൊട്ടിത്തെറിക്കുക. ഞാനിവിടെ 9:45 വന്നതാ, ഇപ്പോൾ 12:45. എനിക്ക് ഇതുവരെ ഒരു വാക്യം വായിക്കാൻ പോലും സമയം തന്നിട്ടില്ല. പൊട്ടിത്തെറിക്കുക. ഞാൻ വേഗം ഒരു കുപ്പി വെള്ളം എടുത്ത് കൊടുത്തു. അച്ഛാ ഇത് കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ പ്രോഗ്രാം ഷീറ്റ് മേടിച്ച് കാണിച്ചു കൊടുത്തു. ഒടുവിലത്തെ പ്രാർത്ഥന ആശീർവാദം ഇദ്ദേഹത്തിനാണ് വെച്ചിരിക്കുന്നത്. അത് ആദ്യം അറിഞ്ഞിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു പ്രോഗ്രാം ഷീറ്റ് എല്ലാവർക്കും കൊടുക്കണം. അല്ലേ അവർ ടെൻഷൻ പിടിച്ച് അവരുടെ പ്രഷർ കൂടി അവർ കുഴഞ്ഞു വീണെങ്കിൽ പിന്നെ നമ്മളിത് നടത്തിയിട്ട് കാര്യമുണ്ട്.
എന്നെ ആദരിക്കുന്നില്ല, എനിക്ക് അവസരങ്ങളെ കിട്ടുന്നില്ല, ഞാൻ മുടക്കിയത് വെച്ച് എനിക്ക് ഇത്രയും കിട്ടിയാൽ പോരാ. ദൈവവേലയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് വെച്ച് നോക്കിയാൽ എനിക്ക് ഇത്രയും കിട്ടിയാൽ പോരാ. നെഞ്ചത്ത് കൈ വെച്ചോണ്ട് ചോദിച്ചേ, നീ എന്നാ മുടക്കിയേ? ഞാന് ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂര് ഒക്കെ പ്രസംഗിച്ചേച്ച് രാത്രി ട്രെയിനിൽ കയറി രാവിലെ 9 മണിക്ക് ഇവിടെ വന്ന് ഇറങ്ങി സഭായം നടത്തും. അത് കഴിഞ്ഞ് 1 മണിക്കത്തെ ട്രെയിനിന് കയറി തിരുവനന്തപുരത്തിന് പോകും. അങ്ങനെ ഓടുന്ന സമയത്ത് ഒരാൾ എന്നെ വളരെ മുഖസ്തുതി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, കുറച്ച് റെസ്റ്റ് എടുക്കണം കേട്ടോ. ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞേ, ആരോഗ്യം ആര് തന്നു? ശബ്ദമാര് തന്നു? വചനമാര് തന്നു? ജീവനാര് തന്നു? ജീവിതമാര് തന്നു? എന്തോ ഇതിനകത്തൊക്കെ ഇപ്പൊ എടുക്കാനുള്ളത് ഒന്നുമില്ല. നമ്മൾ എന്തോ ഈ കൊടുത്തു എന്ന് പറയുന്നേ? നമ്മളെന്ന് പറയുന്ന ഈ സാധനം ഇന്ന് രാവിലെ കട്ടിലെന്ന് എഴുന്നേറ്റ് തമ്പുരാന്റെ കൃപയല്ലേ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയരുത്. തമ്പുരാൻ ഒരു അവസരം തന്നേ പറയാവുള്ളൂ. താങ്ക് യു ജീസസ്, പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയവനായ ദൈവത്തിന്റെ വേലയിൽ ഒരു പങ്കാളിയാകാൻ നിനക്കൊരു ചാൻസ് തന്നില്ലേ? കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. നമുക്ക് 1 മിനിറ്റ് ആ പാട്ടൊന്ന് പാടാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. ദാവീദ് സ്വർണ്ണമൊക്കെ ഇങ്ങനെ മെറ്റില് കല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ കൂട്ടിയിട്ടേച്ച് പറയുക, എൻ്റെ ദൈവമേ, നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കൊരവസരം തന്നല്ലോ. ഞങ്ങൾ നിനക്ക് തരാൻ ഞങ്ങൾ ആരാ അല്ലേ? കോടാനുകോടി സാധനങ്ങൾ കൂട്ടി ആലയം പണിയാൻ സംഭരിച്ച് വെച്ചേച്ച് പറയുക, ദൈവമേ, നിനക്ക് ഡൊണേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? ഞങ്ങൾ ആരാ? ഞങ്ങൾക്ക് എന്തുണ്ട്? ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പരാതിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പരാതിക്കാരുണ്ട്. കഴിഞ്ഞ 1 വർഷം മുമ്പ് ശരീരത്തിൽ ഒരു ചില കഠിനമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. കഠിനമൊന്നും പറയാൻ നോക്കിയല്ല, ഈ കോവിഡ് കാലത്ത് ആളുകൾ കടന്നു പോകുന്നതിൻ്റെ 10-1 പോലും ഇല്ല. എങ്കിലും അവരവരുടെ ഉറുമ്പിന് അരി ഭാരം, ആനയ്ക്ക് തടി ഭാരം അല്ലേ? അവനവൻ്റെ ഭാരം അവനവന് വലുത്. അങ്ങനെ ഒരു കഠിന വയറ്റുവേദനയാൽ ഭാരപ്പെട്ട് ബാംഗ്ലൂര് പാസ്റ്റർ NC ഫിലിപ്പ് നടത്തുന്ന കൺവെൻഷനിൽ ചെല്ലാൻ പറ്റില്ല എന്ന് അറിയിച്ചപ്പോൾ NC ഫിലിപ്പ് പാസ്റ്റർ ഒരു മറുപടിയും പറയാതെ ഫോണും കട്ട് ചെയ്തു. എന്നിട്ട് പുള്ളി അന്ന് തൊട്ട് ഫാസ്റ്റിങ് തുടങ്ങി. ഉപവസിച്ച് ആളെ വരുത്തുക എന്നുള്ള പുള്ളിയുടെ പ്രോജക്റ്റ്. അതുപോലെ സംഭവിച്ചു. പുള്ളി 5 ദിവസം കഴിഞ്ഞ് അവിടുന്ന് സാജൻ ജോയി എന്ന് പറയുന്ന വിശുദ്ധനായ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ
പിറവത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്കും വൈഫിനും എമർജൻസി ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ കൊണ്ടുപോയി. നീണ്ട കഥയാണ്. അവിടെ ചെന്ന് ഒരു ദിവസം 20 മിനിറ്റ് പ്രസംഗിച്ചു. സ്റ്റാമിന ഇല്ല, അങ്ങ് തളർന്നു. ബാക്കി സാധനം ജോയി പ്രസംഗിച്ചു. 2-ാം ദിവസം അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടന്നു. 3-ാം ദിവസം വീണ്ടും വയ്യാണ്ടായി. അവിടെ ഒരു ചർച്ചിൽ സഭായോഗത്തിന് ഇരിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാംഗ്ലൂർ, ഏത് ചർച്ചാന്ന് മറന്നുപോയി. ആ സഭായോഗത്തിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പരാതി പറഞ്ഞു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നെ എന്തിനാ കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നിട്ട് ഞാൻ ബൈബിൾ തുറക്കുക, സഭായോഗത്തിൽ പ്രസംഗിക്കണം. തുറക്കുമ്പോൾ കിട്ടിയ വാക്യമാണ് യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എനിക്ക് അത്രയും മതി. അത്രയും വായിച്ചപ്പോൾ ഞാൻ നിർത്തി. എന്നോട് ദൈവം ഇടപെട്ട എന്നാണെന്നറിയോ? ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ എൻ്റേതാണ്, ഇനിഷ്യേറ്റീവ് മുഴുവനും എൻ്റേതാണ്, നിൻ്റേതൊന്നും ഇതിലില്ല. അതുകൊണ്ട് മേലാൽ പരാതി പറയരുത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരുന്ന് നോട്ട്ബുക്ക് എടുത്ത് എഴുതി, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ. അത് നമുക്ക് ഒടുവിൽ പാടാം. ഇപ്പം പാടാൻ പോയാൽ ക്ലാസ് തീരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചോദ്യം, നമ്മുടെ വിഷയം, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ചോദ്യം ആരുടെയൊക്കെ മനസ്സിലുണ്ട് ഇന്ന് രാവിലെ? എനിക്ക് എന്ത് കിട്ടും ഈ ക്ലാസ് നടത്തിയാൽ, ഈ ക്ലാസ്സിന് പങ്കെടുത്താൽ, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ? ഈ സഹോദരന്മാരൊക്കെ കഴിഞ്ഞ ദിവസം കൂടിയിരുന്ന് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എന്താ കിട്ടും? ഇതിൻ്റെ പരസ്യം ഫോർവേഡ് ചെയ്താൽ എന്നാ കിട്ടും? പ്രൈസ് ദി ലോർഡ്. എന്നാ കിട്ടും? എന്നാ കിട്ടും? ഇനി പത്രോസിന്റെ ചോദ്യത്തിനകത്തൊരു വ്യാജമുണ്ട്. വ്യാജം അഥവാ കപടഭക്തി. അതെന്താണെന്നറിയാമോ? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. കർത്താവ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, നീ ഒന്നും വിട്ടിട്ടില്ല, വെറുതെ നുണ പറയുന്നതാ, പിന്നെ ഞാനത് പൊതുവി പറയുന്നില്ലെന്നേ ഉള്ളൂ. അതെങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ വീണ്ടും അവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. യോഹന്നാൻ 21 പത്രോസ് വീണ്ടും പടവും വലയും എടുത്ത് പോയല്ലോ. അപ്പോൾ വിട്ടെന്ന് പറഞ്ഞ ശരിയാണോ? അപ്പോൾ വേറെ ആരുടെയോ ഒരു ഡയലോഗ് കട എടുത്താൽ ഇങ്ങനെ പറയാം, വിട്ടെന്നേ ഉള്ളൂ, വിറ്റില്ല. കാറിൻ്റെ ഡിക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആവശ്യം വന്നാൽ എടുക്കാൻ. എന്നിട്ട് കർത്താവിനോട് പറയാം, ഞങ്ങൾ സകലവും വിട്ടെന്ന്. കർത്താവ് വളരെ മാന്യമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കി പറയാം, നീ എന്തൊക്കെ വിട്ടെ ഒന്ന് പറഞ്ഞേ. നിന്റെ സ്വാർത്ഥത വിട്ടിട്ടുണ്ടോ? നിന്റെ ലോകസ്നേഹം വിട്ടിട്ടുണ്ടോ? ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ചോദിക്കാനുണ്ട്. ഒന്നും വിട്ടില്ല, വെറുതെ വിട്ടെന്ന് പറയുന്നതാണ്. അപ്പോൾ അതും വ്യാജമാണ്. എന്ത് കിട്ടുമെന്ന ചോദ്യത്തിൻ്റെ അടി കിടക്കുന്ന എന്തുവാ? വിശ്വാസക്കുറവാണ്. അബ്രഹാമിനോട് ദൈവം എന്താ പറഞ്ഞത്? നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇതൊക്കെ ശരിയാ. ഇപ്പം നിലവിൽ എന്നാ ഉണ്ട്? ഒന്നുമില്ല. ഞാൻ, നീ, ഈ രണ്ടുപേരേ ഉള്ളൂ. ആ വാക്കിനെ വിശ്വസിച്ചിറങ്ങുക എന്നുള്ളതാണ്. സ്വന്തം. അപ്പോ അബ്രഹാം ഒരു കുറച്ച് ഇങ്ങോട്ട് വന്ന് വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സും അടുത്തു. ഉൽപ്പത്തി 15 ഒരു ചോദ്യം ദൈവം തമ്പുരാനോട്.
തമ്പുരാനോടങ്ങ് ദേഷ്യപ്പെട്ടാ ചോദിച്ചു, നീ എനിക്ക് എന്നാ തരും? എന്തിനാ എന്നെ വിളിച്ചിറക്കിയത്? 15:2 കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? രണ്ടും ഒരേ ക്വസ്റ്റ്യനാ. നീ എനിക്ക് എന്ത് തരും? ഇങ്ങനെ ചോദിച്ചത് തെറ്റല്ല. നമ്മളൊക്കെ ഇപ്പൊ 100 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. കർത്താവിന് ഇവരോടെല്ലാം പറയാനുള്ള മറുപടി, കിട്ടാൻ വേണ്ടിയാണെങ്കിൽ സേവിക്കണ്ട, കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ശുശ്രൂഷിക്കണ്ട. പക്ഷേ കിട്ടുമെന്ന് പറഞ്ഞാൽ നീ ഞെട്ടിപ്പോവും. അതുപോലെ കിട്ടും. ഇത് പ്രവചിച്ച് പറയുക, എഴുതി വെച്ചോ. നീ നിന്റെ തലമുറയും അസാധാരണമാം വിധം മാനിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. അതിനൊന്നും ഒരു തർക്കവും ഇല്ല. ദൈവം വിശ്വസ്തനാണ്. ഒടുവിൽ നമ്മൾ ലജ്ജിതരാകും. ഞാൻ അറിയാതെ പിറുപിറുത്ത് പോയല്ലോ എന്ന് ഓർത്ത് നമ്മൾ ലജ്ജിതരാകും. അതുപോലെ ദൈവം ആദരിക്കും. ദൈവം അങ്ങ് കണക്ക് തീർക്കുമ്പോണ്ടല്ലോ, നമുക്ക് പിന്നെ കരയാനേ പറ്റുള്ളൂ. താങ്ക് യു ജീസസ്. ദൈവം കണക്ക് തീർക്കും. ദൈവം കണക്കെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആരോടും ഒരു പ്രതിഫലവും വാങ്ങാതെ, ആരുടെയും ഒരു അംഗീകാരവും കിട്ടാതെ കർത്താവിൻ്റെ വേല ചെയ്യുന്നതാണ് വലിയ ഭാഗ്യം. കാരണം അത് കണക്കിലേക്ക് ഏറിക്കൊണ്ടിരിക്കും. സ്വർഗത്തിലെ കണക്കിൽ അത് കൂടിക്കൊണ്ടിരിക്കും. ഭൂമിയിലെ അംഗീകാരങ്ങളും ആദരവുകളും ലഭിക്കുമ്പോൾ മുകളിലത്തേത് കുറയും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൽ ഒരു അവിശ്വാസം കിടപ്പുണ്ട്. ഇനിയും ഇവിടെ ഒരു 2-3 മിനിറ്റോടെ നിൽക്കാതെ പറ്റില്ല. 20-ാം അധ്യായം 1 മുതൽ 16 വരെ വായിക്കുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരെ അയക്കുകയാണ്. അവൻ പുലർച്ചയ്ക്ക് പുറപ്പെട്ടു. കുറച്ചു പേരെ ജോലിക്ക് കിട്ടി. ആ കാലത്ത് ജോലിക്കാര് മാർക്കറ്റിൽ നിൽക്കും. ഈ കാര്യം പഠിപ്പിക്കാൻ പണ്ട് ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ ബുദ്ധിമുട്ടില്ല. പിറവം മാർക്കറ്റിലും വിശേഷാൽ പെരുമ്പാവൂർ മാർക്കറ്റിലും പായിപ്പാട് മാർക്കറ്റിലും ഒരു 250, 300, 500, 1000 തൊഴിലാളികൾ രാവിലെ നിൽപ്പുണ്ട്. നമ്മളൊരു വണ്ടിയും കൊണ്ട് ചെന്നാൽ ഏത് തരം പണിക്കാരെ വേണം, സിമെന്റ് പണി, തൂമ്പാ പണി, ഏത് വേണമെന്ന് പറഞ്ഞാൽ ആളെ കിട്ടും. വണ്ടിയെ കയറ്റിക്കൊണ്ട് വരിക, കൂലി കൊടുത്ത് തിരിച്ചു വിടുക. അപ്പോൾ അതിരാവിലെ പുറപ്പെട്ടു പണിക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിരാവിലെ ചെന്നു, കുറച്ചു പേരെ കിട്ടി. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോയി. 3-ാം മണി നേരത്ത് പുറപ്പെട്ടു. അപ്പം രാവിലെ 1-ന് ആരംഭിക്കും. നമ്മുടെ 6 മണിക്ക് പകരം അവർ രാവിലെ 1 മണിയാണ്. അപ്പം പുലർച്ചെ പോയി. അത് കഴിഞ്ഞ് നമ്മുടെ 9 മണിക്ക് പോയി. അവിടെ ചെന്നപ്പം കുറച്ച് പേരെ കണ്ടു, അവരെയും വിളിച്ചു. അത് കഴിഞ്ഞ് 12 മണിക്ക് പോയി, ഉച്ചയ്ക്ക്. സ്തോത്രം. 6-ാം മണി നേരത്ത് പോയി. അത് കഴിഞ്ഞ് 11 മണിക്ക് പോയി. 11 മണിക്കെന്ന് പറഞ്ഞാൽ എന്നാ, നമ്മൾ ഉദ്ദേശിക്കുന്ന 11 മണിയല്ല, ഈവനിങ് 5 o'clock. അപ്പൊ ഇനി 1 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവരെ വിളിച്ചു. ഇപ്പൊ നമ്മൾ ഈ സ്റ്റോറിയുടെ ഉള്ളിലോട്ട് കയറണം, വരികൾക്കിടെ വായിക്കണം. ഈ ആദ്യം പണിതുകൊണ്ടിരുന്നവരുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. അവരിപ്പോൾ അല്ലാതെ അസ്വസ്ഥമായിട്ടുണ്ട്. അവരൊരു യൂണിയനായി. റാഗിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബസ്സേലുണ്ട്. ഇത് ബസ്സേലുണ്ട്, ട്രെയിനിലുണ്ട്, LKGയിലുണ്ട്, UKGയിലുണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ അതിലേ ഉള്ളൂ. ബസ്സേൽ എങ്ങനെയാ? ബസ്സേൽ ആദ്യം കയറി ഇരുന്ന സീറ്റ് കിട്ടിയവര് കാലൊക്കെ അങ്ങ് വിരിച്ചു വെക്കും. അതായത് 2 പേരുടെ സീറ്റ്, അതിൻ്റെ 3/4 ഭാഗവും ആ പുള്ളി അങ്ങ് അടിച്ചെടുക്കും. പിന്നെ നമ്മൾ ഇരുന്ന് ഒരു വളവൊക്കെ തിരിയുമ്പം തള്ളിയാണ് നമുക്ക് ആ സീറ്റ് കിട്ടുന്നത്. പുള്ളി സീനിയോറിറ്റിയാ. പുള്ളി നേരത്തെ കയറിയതല്ലേ. എല്ലായിടത്തും ഉണ്ട് ഈ സാധനം.
അപ്പൊ ഈ 1-ാം മണി നേരത്ത് വന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു, തൈ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്, പണിയാനാന്നും പറഞ്ഞു വരുന്നുണ്ടില്ലേ. അപ്പോ യജമാനനുമായിട്ടുള്ള കണക്ഷൻ അല്ലിപ്പോ, മറ്റുള്ളവരെ നോക്കലും വിധിക്കലുമാണ് ഇപ്പൊ. പണിയൊക്കെ നിർത്തി, പണിക്ക് നിൽക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ജോലിക്ക് നിൽക്കുക എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് മലയാളത്തിൽ. എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യല്ല, നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേ അടുത്ത ബാച്ച് വരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേ അടുത്ത ബാച്ച് വരുന്നു. ഇവർ അസ്വസ്ഥമായി, ആ പണിയങ്ങ് സ്ലോ ആയി, പണി സ്ലോ ആയി. ഇനി ഞാൻ മറ്റവരുടെ ഭാഗത്തേക്ക് വരിക. മറ്റൊരു ഈ ലാസ്റ്റ് 1 മണിക്കൂറല്ലേ ഉള്ളൂ. മനസാക്ഷിയുള്ളവർക്കൊന്നും അങ്ങനെ പറ്റത്തില്ല. അവരുണ്ടല്ലോ, ആ 1 മണിക്കൂർ കൊണ്ട് അവർ 5-6 മണിക്കൂറിന് പണിയും കൊണ്ടു. ഈ പണിയണമെന്ന് വിചാരിച്ചാൽ പണിയാലോ, പണിയണമെന്ന് വിചാരിച്ചാൽ പണിയാലോ. അവർ ചത്തു പണതു. കാരണം ആരും വിളിക്കാതിരുന്നിടത്ത്, ഒത്തിരി വൈകിട്ട്, ഒത്തിരി പേര് അവഗണിച്ചിടത്ത് ഒരു വിളി കിട്ടിയില്ലേ, ഞാൻ വെറുതെ കാശ് മേടിക്കുകയില്ല, അയാളൊക്കെ ഹാർഡ് വർക്ക് ചെയ്തു. ഇതെല്ലാം കാണാൻ ഒരു ക്യാമറ ഈ ഉടമസ്ഥൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പമ്പിലൊക്കെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടില്ലേ, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആ, എഴുതി വെച്ചോ. പമ്പിൽ മാത്രമല്ല ശുശ്രൂഷയിലും നിങ്ങളൊരു ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അടുക്കളയിലും നിങ്ങളൊരു ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അത് വ്യാജം പറയത്തില്ല. ഇപ്പോഴീ ഷോർട്ട് സർക്യൂട്ട് ക്യാമറ വന്ന പിന്നെ എത്ര കേസാ പിടിക്കാൻ എളുപ്പം കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഈ യജമാനന് വരെ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ഒടുവിൽ കണക്ക് തീർത്തപ്പോ 1 മണിക്കൂർ പണിതവർക്കും 12 മണിക്കൂർ നിന്നവർക്കും ഒരേ കൂലി. ഈ ആദ്യം വന്ന ഒരു യൂണിയൻ കൂടി യജമാനുമായിട്ട് വഴക്കുണ്ടാക്കി. ഇന്നത്തെ കാലമാണെങ്കിൽ കൊടി കുത്തിയേനെ, കൊടി. അയാൾ ആ സ്ഥലവും വിറ്റ് അവിടുന്ന് പോകേണ്ടി വന്നേനെ. അതുപോലത്തെ കാലമാണ്. പുള്ളിയെല്ലാം ശാന്തമായിട്ട് കേട്ടേ ചോദിച്ചു, എന്താ ഇഷ്യൂ, എന്താ ഇഷ്യൂ, എന്താ പ്രശ്നം പറഞ്ഞു, എന്താ പ്രശ്നം പറഞ്ഞു. അല്ല, അവർക്ക് അല്ലല്ല, നിങ്ങളുടെ പ്രശ്നം പറയൂ. നമ്മൾ തമ്മില് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ലായിരുന്നോ? ഉവ്വ. ആ കോൺട്രാക്റ്റിന് എടുത്തു. എത്രയാ പറഞ്ഞിരുന്നേ? 1 വെള്ളിക്കാശ്. അത് ഞാൻ തന്നു. പിന്നെന്താ പ്രശ്നം? അല്ല, അവർക്ക് കൊടുത്തു. അതെന്തിനാ നീ അറിയുന്നേ? അപ്പൊ നിങ്ങളുടെ ചോദ്യം, അല്ലാതെ അവരറിയണ്ട, പക്ഷെ ഞങ്ങൾക്കൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. പറഞ്ഞുതരാം. ഈ ഒടുവിൽ വന്നവരാരും കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ദ ക്ലൂ, ദാറ്റ് ഈസ് ദ പോയിന്റ്. എന്താ കോൺട്രാക്ട് സൈൻ ചെയ്യാഞ്ഞ്? അവർ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, സമയം വൈകിയില്ലേ, അതുകൊണ്ട് എന്ത് തന്നാലും ഞങ്ങൾ സ്വീകരിച്ചോളാം, ഞങ്ങൾക്ക് നോ ഡിമാൻഡ്. മറ്റൊരു ബാർഗെയിൻ ചെയ്തു എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? അത് 2-ാം വാക്യത്തിലുണ്ട്. വേലക്കാരോടവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തു. അതാ കോൺട്രാക്ട് സൈൻ ചെയ്യാന്ന് പറയുന്നത്. എത്ര മണിക്കൂർ ജോലി ചെയ്യും? 12 മണിക്കൂർ. എത്ര രൂപ വേണം? 2 രൂപ കിട്ടേണ്ടതാ. ഞാൻ 1 രൂപ തരാം, റെഡിയാണോ? ആ, ഓക്കെ. ഒന്നെങ്കിൽ ഒന്ന്. കാരണം പണിയില്ല. സൈൻ ചെയ്ത പേപ്പർ പുള്ളിയുടെ കയ്യിലുണ്ട്, ഒരു കോപ്പി ഇയാളുടെ കയ്യിലും ഉണ്ട്. അപ്പൊ പിന്നെ മറ്റവരോട് ഇങ്ങനെ കാണിച്ചെന്താ? മറ്റവര് പറഞ്ഞു, കൂലി വേണ്ട, ഒരു പണിയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഒരു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ അവസരം കിട്ടിയാൽ അതൊരു നിധിയാണെന്ന് ഓർത്തോണം. ഒരു പാട്ട് പാടാൻ അവസരം കിട്ടിയാൽ അതൊരു നിധിയാണെന്ന് ഓർത്തോണം. ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഈ ആയുസ്സിൽ അതൊരു ഭാഗ്യമെന്ന് ഓർത്തോണം. കാരണം ഇത് മാത്രമേ നിത്യതയെ കാണത്തുള്ളൂ. മൾട്ടിനാഷണൽ കമ്പനി കിടന്ന്
18 മണിക്കൂർ പണിതൊന്നും സ്വർഗത്തിൽ കാണുകയില്ല. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് അവിടെ കാണും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പൊ എന്ത് വന്നു? മുമ്പന്മാർ പിമ്പന്മാരായി. ആദ്യം പണിക്ക് വന്നവർ നിരാശരായി, ദുഃഖിതരായി. വൈകി വന്നവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഞാൻ ധാരാളം സഭകളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക, ധാരാളം ശുശ്രൂഷയിലും ഇത് കണ്ടുകൊണ്ടിരിക്കുക. എന്ത് പറ്റി? എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഓ എൻ്റെ ബ്രദറെ, ഇതിനകത്തൊന്നും നിന്നിട്ട് ഒരു കാര്യമില്ല. എന്താ ഒരു മടുപ്പ്? ഓ നമ്മളെ ആരാദരിക്കാനാ? ഇങ്ങനെ പറയുന്ന ആളുകളെ എല്ലായിടത്തും കാണാം, എല്ലായിടത്തും കാണാം. എന്തിനേറെ വീട്ടിൽ കാണാമല്ലോ. വീട്ടിൽ ഞങ്ങളുടെ സഭായോഗം ശനിയാഴ്ച രാത്രിയില്ല. അപ്പം ഞങ്ങളുടെ സഭായോഗത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും എൻജോയ്മെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രസംഗമല്ല, പാട്ടല്ല, സാക്ഷിയല്ല, പിള്ളേരുടെ വാക്യം പറച്ചില്ല. പിള്ളേർ ഈ സൂമിൽ കൂടി ആയതുകൊണ്ട് അവർക്ക് ഇപ്പം പേടിക്കാനില്ല. വീട്ടിൽ ഇരുന്നുണ്ടല്ലേ, അവർ നല്ല റെഡി ആയിട്ട് നല്ല ഷർട്ടൊക്കെ ഇട്ട് വന്നിരുന്ന് വാക്യം പടപടാന്ന് പറയും. ഇതിനകത്ത് പെൺപിള്ളേരാണ് നല്ല മണിമണി പോലെ പറയുന്നത്. ഈ പെൺപിള്ളേര് പറയുമ്പോൾ സൂമിലിരിക്കുന്ന മുതിർന്ന അച്ചാച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം കൈയടിക്കുന്നു, ചിരിക്കുന്നു. ചെറുക്കന്മാർ ഇത് നോട്ട് ചെയ്തു. എന്നിട്ട് ചെറുക്കന്മാർ ഞങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇത് അനീതിയാണ്. പെൺപിള്ളേര് വാക്യം പറയുമ്പോൾ ഭയങ്കര കയ്യടി. ഞങ്ങൾ കഷ്ടപ്പെട്ട് വാക്യം പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കണ്ടോ, ഞങ്ങളെ അംഗീകരിക്കുന്നില്ല. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ഇത് വളരുക, ഇതിങ്ങനെ വളരുക, വയസ്സാകുന്തോറും ഇത് കൂടുക. 51ാമത്തെ ബർത്ത്ഡേ ആന്ന് പറയുമ്പോൾ ഓർത്തോണം, 51 കിലോ പരാതി ആയിട്ടുണ്ട്. ഓരോ വർഷം കഴിയും തോറും ഒരു യോഗ്യതയും പറയാനില്ലായേ എന്ന വരി പാടിക്കൊണ്ട് നടന്നോണം. ഒരു യോഗ്യതയില്ല, ഒരു യോഗ്യതയില്ല. നമുക്കൊരു ഭാഗം കൂടെ ചിന്തിക്കേണ്ടത് കൊണ്ട് പാട്ട് പിന്നെ പാടാം. അപ്പോൾ എന്ത് കിട്ടുമെന്ന ചോദ്യം, അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. പ്രധാന വാക്യം വീണ്ടും പറയുന്നു, മത്തായി 19:27. ആ ചോദ്യം കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് തന്നില്ലേ, എന്നിട്ട് എന്നോട് ചോദിക്കുവാണോ എന്നാ കിട്ടുമെന്ന്? എൻ്റെ കൂടെ നടന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? എന്നിട്ട് എന്നോട് ചോദിക്കുകയാണോ എന്നാ കിട്ടുമെന്ന്? കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ആ ഉപമ പറയേണ്ടി വന്നത്. അപ്പോ എഗ്രിമെന്റ് വെച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്താൽ പരാതിയിൽ അവസാനിക്കും. വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും കർത്താവിൻ്റെ വേല ചെയ്താൽ സമാധാനത്തോടെ ഇവിടുന്ന് പോകാം. ഒന്നുകൂടെ പറയാം, ഒരു കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ, സംഘടനയിൽ നിന്നായിക്കോട്ടെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുന്നെങ്കിൽ അത് സന്തോഷം. പക്ഷെ അതാണോ നിന്റെ ആശ്രയം, പ്രതീക്ഷ? എങ്കിൽ നിരാശയിൽ അവസാനിക്കും. കർത്താവിനോടുള്ള സ്നേഹം, 2 കൊരിന്ത്യർ 5:14, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. സ്തോത്രം. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നിറഞ്ഞ തൃപ്തിയോടെ ഇവിടുന്ന് പോകാം. ഈ കഴിഞ്ഞ ദിവസം 91 വയസ്സുള്ള ഒരു പാസ്റ്ററുടെ ഫ്യൂണറൽ ശുശ്രൂഷയ്ക്ക് പങ്കെടുത്തു. അദ്ദേഹം എന്നെ ദൈവവചനം പഠിപ്പിച്ചതാണ്. 70 വർഷം തികച്ചും വേല ചെയ്തു. ഒറ്റ ദിവസം വിശ്രമിച്ചിട്ടില്ല, ഒറ്റ ദിവസം ആശുപത്രി കിടന്നിട്ടില്ല, ഒരു ദിവസം ലീവ് എടുത്തിട്ടില്ല. ഫുൾ ടൈം മിനിസ്ട്രി ചെയ്തു. 91ാമത്തെ വയസ്സ്, 90ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണം തുടങ്ങി. അപ്പോൾ ഈ കോവിഡിന്റെ കാലമായി, പുറത്തിറങ്ങാൻ മേല, വീട്ടിനകത്ത് ലോക്കായി. താൻ ശുശ്രൂഷ തുടരുകയായിരുന്നെങ്കിൽ, 2 ബൈബിൾ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തുടരുകയായിരുന്നെങ്കിൽ താൻ ഇനിയും
കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലോക്കായപ്പോൾ അങ്ങ് ക്ഷീണിച്ചു. എന്നെ ഫോൺ ചെയ്തു. ഞാൻ എപ്പോഴും ഒന്നും കാണാറില്ല, പക്ഷെ പോയി. ഞങ്ങൾ കുടുംബമായിട്ട് പോയി 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. നീണ്ട കാര്യം അതെല്ലാം പറയുന്നില്ല. എനിക്കറിയാം അദ്ദേഹത്തിന് ഒത്തിരി പരാതികൾ കാണും, അതെല്ലാം പൊതുവെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതൊക്കെ കേൾക്കാമെന്ന് ഓർത്തപ്പോൾ അതൊന്നും അല്ല പറയുന്നത്, ദൈവം നടത്തിയ വഴികളെക്കുറിച്ചാണ് പറയുന്നത്. ഭയങ്കര സന്തോഷമാണ്, തൃപ്തിയാണ്. ബാബുക്കുട്ടി, ഞാൻ ലാസ്റ്റ് പരീക്ഷയും കൂടെ ഇട്ട് പേപ്പർ നോക്കി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അതിന് ശേഷം എനിക്ക് അസുഖം എന്ന് പറഞ്ഞാൽ ആ നല്ലപോർ പൊരുത് ഓട്ടം തികച്ചു എന്നൊക്കെയാ പറയുന്നത്, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്താ വെച്ചാൽ അസുഖം? എനിക്ക് അസുഖം എന്ന് പറയാൻ ഭക്ഷണം ഇറങ്ങിപ്പോവുകയില്ല, ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഛർദ്ദിക്കാൻ വരിക. ഞാൻ നമുക്ക് പരിചയമുള്ളൊരു ഹോമിയോ ഡോക്ടറോട് പറഞ്ഞു. പുള്ളിക്കാരൻ പോയി നോക്കി. പുള്ളി എന്നോട് പറഞ്ഞു, അച്ചായ ഒരു ഗ്രോത്ത് ആണെന്ന് തോന്നുന്നു, സ്കാൻ ചെയ്ത് സർജറി ചെയ്ത് കീമോ ചെയ്തൊന്നും ഇനിയും പരീക്ഷണങ്ങൾ നടത്തണ്ട എന്നെനിക്ക് അഡ്വൈസും കിട്ടി. ഞാനും അത് മനസ്സിൽ വെച്ചു, ആരോടും പറഞ്ഞില്ല. പോട്ടെ, സമയം പോകുന്നു. അങ്ങനെ ഒരു 6 മാസം അദ്ദേഹം റെസ്റ്റ് എടുത്തു, നിത്യതയിൽ പ്രവേശിച്ചു. നമുക്ക് തൃപ്തിയോടെ ഇവിടുന്ന് പോണ്ടേ? വേണ്ടേ? നമുക്കിവിടെ ഇനിയിപ്പോൾ കിട്ടിയ എത്ര കൊല്ലം കിട്ടും? പ്രാർത്ഥിച്ചായി ദീർഘായുസ് കിട്ടി, എക്സ്റ്റൻഷൻ കിട്ടിയാലും എത്ര കിട്ടും? ഇപ്പം ഇവിടെ ഇരിക്കുന്നവർക്ക് അവരുടെ പ്രായത്തിൻ്റെ കൂടെ ഒരു 50 കൂടെ ഇട്ടിട്ട് നോക്കിയേ, എത്ര പേര് കാണും? സ്തോത്രം. നമ്മൾ ആശുപത്രിയിലോ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ആദ്യം പേര് ചോദിക്കും, രണ്ടാമത് പ്രായം ചോദിക്കും. ഞാൻ പലരോട് ചോദിച്ചു, എന്തിനാ ഈ പ്രായം ചോദിക്കുന്നത്? ഒരാൾ മാത്രം സത്യം പറഞ്ഞു, മരുന്ന് തന്നിട്ട് ഗുണമുണ്ടോയെന്ന് അറിയാനാണ്. കാരണം എക്സ്പയറി കഴിഞ്ഞാണെ പിന്നെ മരുന്ന് കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നുള്ളത് ആണ് അതിൻ്റെ ഒരു യഥാർത്ഥ സത്യം. അപ്പം നമ്മുടെ ഒരു കടലാസ് എടുക്കുക, പേരെഴുതുക, പ്രായം എഴുതുക, +50 ഇടുക, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. എവിടെയായിരിക്കും നമ്മൾ? തൃപ്തിയോടെ കർത്താവിനെ സേവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒത്തിരി ക്ലാസ് എടുക്കാനുള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാതെ പോകാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പത്രോസിൻ്റെ ജീവിതത്തിലെ 4ാമത്തെ അബദ്ധത്തിലേക്ക് വരാം. അത് 4ാമത്തെ അല്ല 5ാമത്തെ. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന പത്രോസ്. അത് ലൂക്കോസ് 22:31. ലൂക്കോസ് 22:31. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്കു വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. മതി. ഗെത്സമനയിൽ കർത്താവ് പത്രോസിനോട് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. ഏറെക്കുറെ അതേ സന്ദർഭത്തിനോട് ചേർന്ന് വരുന്ന ഒരു സംഭാഷണമാണ് ഇത്. ശിമോനെ, പേര് വിളിച്ചാ പറയുന്നു. 2 പ്രാവശ്യം പറഞ്ഞു, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു. നമ്മളിവിടെ നിന്നെല്ലാം ക്ലാസ് തീർക്കാനുള്ള പരാക്രമത്തിൽ ഓടിയാൽ നമുക്ക് കിട്ടേണ്ട മെസ്സേജ് കിട്ടാതെ പോകും. 1, നീ അറിയുന്നില്ലെങ്കിലും നിനക്കെതിരെ വെല്ലുവിളി ഉണ്ട്. 2, നിന്നെ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും തകർക്കുക എന്നത് പിശാചിൻ്റെ വ്യക്തവും
സ്ഥിരവുമായ ലക്ഷ്യമാണ്. നമ്മളത് മറന്നുപോകും, സാത്താൻ അത് മറക്കത്തില്ല. ആമയും മൊയിലും കൂടിയുള്ള മത്സരത്തിൽ മൊയല് ഉറങ്ങിയപ്പോൾ ആമ കേറിപ്പോയി. പിശാച് തോക്കുന്നില്ല, അവൻ പുറകെ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ആക്രമിക്കും. ഈ ആക്രമണത്തിലൂടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അഥവാ സംഭവിക്കേണ്ടത് എന്താണെന്ന് കാണിക്കാം. അത് 32-ാം വാക്യത്തിലോട്ട് നോക്കിക്കോളൂ. നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ. നമ്മുടെ വിശ്വാസം പോകുക എന്നതാണ് സാത്താന്യ ആക്രമണത്തിൻ്റെ ലക്ഷ്യം. ഉദാഹരണം 1, ഇയ്യോബ്. ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. അതിൻ്റെ അർത്ഥം അവന് ദൈവത്തിലുള്ള വിശ്വാസം പോകുന്നില്ല. ആ ക്ലാസ് എടുക്കാനും പറയാനും എളുപ്പമാണെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ അതിഭീകരമാണ്. അത്ര ദുരന്തങ്ങൾ ആ മനുഷ്യന് സംഭവിച്ചു. നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. ഒന്നുകൂടെ പറയാം, നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, വിശ്വാസം. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ, സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം, ഭാര്യ എല്ലാം പോയി. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം പോയിട്ടില്ല. ആരോ ഒരാൾ ഇങ്ങനെ എഴുതി, ആ മക്കൾ മരിച്ച നേരത്തെ ഈ ഭാര്യ മരിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. കാരണം മക്കൾ മരിച്ചതും പുള്ളിക്കാരത്തി ഇരിക്കുന്നതും പുള്ളിക്ക് ഒരുപോലെയാണ്. കാരണം അതുപോലെ മാനസികമായിട്ട് പീഡിപ്പിക്കുക. ഒരു പ്രാവശ്യമുള്ളതേ ബൈബിളിൽ എഴുതിയിട്ടുള്ളൂ. ഇത് എല്ലാ ദിവസവും കാണും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ ഇതായിരിക്കും പറയുന്നത്. വലിയ പ്രാർത്ഥന, ഉപവാസം എന്നും പറഞ്ഞ് നടന്നിട്ട് ഇപ്പം കണ്ടില്ലേ, ദൈവത്തെ തള്ളി പറയാൻ പാടില്ലേ. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക വരം ലഭിച്ച ഭാര്യമാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള വരം ലഭിച്ച ഭാര്യമാരുണ്ടെങ്കിൽ ഇയ്യോബിനെ പോലുള്ള വിശുദ്ധന്മാരുണ്ടാവും. പറഞ്ഞ ആശയം മനസ്സിലായി കാണും. സോക്രട്ടീസ് ആണോ പറഞ്ഞത്, എല്ലാ ചെറുപ്പക്കാരും കല്യാണം കഴിക്കട്ടെ, നല്ല ഭാര്യയെ കിട്ടുകയാണെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്ത് കൊള്ളുക, ഇല്ലെങ്കിൽ എന്നെ പോലെ ഒരു നല്ല ശാസ്ത്രജ്ഞനാകുക. സ്തോത്രം. തത്വജ്ഞാനിയാകുക. കാരണം വീട്ടിലെ പീഡനത്തിന് നടുവിലാണ് പുള്ളി വളർന്നതെന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ആരും പീഡിപ്പിക്കരുതേ. എന്നാ ഈ പാസ്റ്റർ ഇയ്യോബിനെ പോലെ ആകട്ടെ എന്നോർത്ത് ഇന്ന് തുടങ്ങിയേക്കാം എന്നാരും വെക്കരുത്. നമുക്ക് സാറയെ പോലെ ആയിത്തീരാൻ ഉത്സാഹിക്കാം. അപ്പോൾ ഇയ്യോബിൻ്റെ വിശ്വാസത്തെയാണ് സാത്താൻ ഉന്നം വെച്ചത്. ഓരോ മിസൈലും വരുന്നത് വിശ്വാസത്തിനിട്ടാണ്. കൊള്ളുന്നത് ഒട്ടകത്തിനിട്ടും കഴുതയ്ക്കിട്ടും ഒക്കെയാണ്. പക്ഷെ ഫെയ്ത്തിനിട്ടാ വെടിവെച്ചത്. അത് പോയില്ല. ഇവിടെ പത്രോസിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം അതാ നിന്റെ സമ്പത്ത്. അത് പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ കോവിഡ് കാലത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, രോഗം അതവിടെ നിൽക്കട്ടെ, അവരുടെ വിശ്വാസം പോകല്ലേ, അവരുടെ മനസ്സ് ക്ഷീണിക്കല്ലേ. കർത്താവിലുള്ള വിശ്വാസം, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഒന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ കഴിയില്ലെന്നുള്ള ആ ഉറപ്പേറിയ വിശ്വാസത്തിൽ നിന്റെ ദാസനെ കാത്തുകൊള്ളണമേ, നിന്റെ ദാസിയെ കാത്തുകൊള്ളണമേ, കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അപ്പൊ ഇവിടെ ഒന്ന്, നമ്മൾ അറിയുന്നില്ലെങ്കിലും
പിശാച് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. 2, പിശാചിന്റെ ലക്ഷ്യം നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുക, ഇതൊന്നും അല്ല. അതൊന്നും അവന് വലിയ വിഷയമൊന്നുമല്ല. അവന്റെ ലക്ഷ്യം നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ആശ്രയം കളയുക എന്നുള്ളത്. ആ ചരട് വെട്ടാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. 100% തെളിയിക്കാവുന്ന കാര്യമാണ്. ഒത്തിരി വാക്യങ്ങൾ എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. ഈ കാണുന്നത് മുഴുവൻ നിനക്ക് തന്നേക്കാവുന്നല്ലേ കർത്താവിനോട് പറഞ്ഞത്. അപ്പൊ സമ്പത്ത് അപഹരിക്കുക എന്നുള്ളതൊന്നും അവന്റെ ലക്ഷ്യമല്ല. അവന്റെ ലക്ഷ്യം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, ആ ചരട് വെട്ടിക്കളയുക എന്നുള്ളത്. ഇതല്ലേ ഏദൻ തോട്ടത്തിലും ചെയ്തത്. ഹവ്വയ്ക്ക് ദൈവത്തിലുള്ള ആ ട്രസ്റ്റ്, ആ ആശ്രയം, ആ വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസം, ആ സ്നേഹം, അതിന്റെ ചരട് വെട്ടിക്കളഞ്ഞു ഏദൻ തോട്ടത്തിൽ. പക്ഷെ ഇയ്യോബിന്റെ അടുത്ത് അത് വെട്ടാൻ പറ്റിയില്ല. ഇയ്യോബ് ഭാര്യയോട് പറഞ്ഞു, നീ എന്താ തങ്കമ്മേ ഈ പറയുന്നേ? നീ എന്താ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ? പൊട്ടിന്ന് വിളിച്ചില്ല, പൊട്ടിന്ന് വിളിച്ചില്ല, പൊട്ടി സംസാരിക്കുന്ന പോലെ എന്നേ പറഞ്ഞു. അത്ര റെസ്പെക്റ്റാ പുള്ളി ഭാര്യയെ. പുള്ളിക്കാരത്തിക്കില്ലെന്നേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. അതാണ് മോഡൽ. സ്തോത്രം. സഹോദരിമാർ ചിലപ്പോൾ നമ്മുടെ അത്രയും വെളിപ്പാടൊന്നും കാണുകയില്ല. അതുകൊണ്ട് പൊട്ടിന്നൊന്നും വിളിക്കാൻ പാടില്ല. വെളിപ്പാടുള്ളവര് വെളിപ്പാടില്ലാത്തവരെ എൻകറേജ് ചെയ്യണം, നിരാശപ്പെടുത്തരുത്. ഒരു വീട്ടിൽ 2 പേര് ഉണ്ടെങ്കിൽ 2 പേർക്കും ഒരേ വെളിപ്പാടായിരിക്കത്തില്ല. അതുകൊണ്ട് വെളിപ്പാട് കൂടുതലുള്ളവർ കൂടുതൽ ക്ഷമിക്കണം, വെളിപ്പാട് കുറവുള്ളവരെ താങ്ങണം. ഇയ്യോബ് പറഞ്ഞു, നമ്മൾ ദൈവത്തിൽ നിന്ന് എന്തോ നന്മ അനുഭവിച്ചതാ എൻ്റെ തങ്കമ്മേ. നീ ഓർത്തു നോക്കിയേ, നമ്മുടെ ചെറുപ്പകാലം തൊട്ടൊന്ന് ഓർത്തു നോക്കിയേ. ഇപ്പൊ ഒരു ചെറിയ വിഷമം വന്നപ്പോൾ അങ്ങനെ പറയാവോ? നമ്മൾ പാടില്ല. നോക്കൂ, എന്തൊരു വിശ്വാസം അല്ലേ. വിശ്വാസം പോകാതിരിക്കുക. പത്രോസിന്റെ വിശ്വാസം പോകും എന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് ഇടിവിൽ നിന്നു. ഇപ്പോഴും കർത്താവ് എന്ത് ചെയ്യാന്നറിയാമോ? ഇടിവിൽ നിന്നുകൊണ്ടിരിക്കുക. യോഹന്നാൻ 17 എടുത്ത് വായിച്ചു നോക്കണം. അവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണമേ. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. പത്രോസിന്റെ വിശ്വാസം ചോർന്നു പോകാതെ അവന് വേണ്ടി മധ്യസ്ഥത ചെയ്ത യേശു തമ്പുരാൻ ഇന്ന് രാവിലെ അല്ല, ഇന്ന് രാത്രി പിതാവിന്റെ സന്നിധിയിൽ എൻ്റെ പേര് പറഞ്ഞ്, നിങ്ങളുടെ പേര് പറഞ്ഞ് മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നോർത്ത് കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പിതാവേ, അവളുടെ വിശ്വാസം ചോർന്നു പോകരുതേ. പിതാവേ, അവന്റെ വിശ്വാസം ചോർന്നു പോകരുതേ. ഇനി നമ്മുടെ വിഷയത്തിൽ വന്നില്ല. പത്രോസ് ഈ മുന്നറിയിപ്പിനെ എങ്ങനെ കണ്ടു, എങ്ങനെ എടുത്തു? സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ തന്നെ വായിക്കാം. പത്രോസിന്റെ മറുപടി: കർത്താവേ, ഞാൻ നമ്മുടെ ഭാഷ പറയുക, എന്നെയൊന്നും പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചിരിക്കും. 33-ാം വാക്യം: കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാൻ ഒരുക്കാം. അപ്പൊ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആളെ പിശാചിന് എന്നെ ചെയ്യാൻ പറ്റും? പക്ഷെ ഇതെല്ലാം നമ്മുടെ വെറും തോന്നല. നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റൂല. കർത്താവിന്റെ കൃപ കൊണ്ടല്ലാതെ പറ്റില്ല. പത്രോസിനേക്കാളും വിശുദ്ധിയും വിശ്വാസമുള്ള എത്ര പേരായി ഇന്നിപ്പോ ഈ മീറ്റിങ്ങിലുള്ള? പത്രോസിനേക്കാൾ റെവലേഷനുള്ള ആരാ ഉള്ളേ? യേശു കർത്താവിന്റെ കൂടെ നടന്നയാളല്ലേ. പുള്ളി ആ പറഞ്ഞത് നുണയൊന്നുമല്ല. ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും ജയിലിൽ പോകാനും തയ്യാറാ. പക്ഷേ സാധിക്കില്ല പോനെ, സാധിക്കില്ല. ടെൻഷൻ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, സംഗതി എല്ലാം പോവും. ഫുട്ബോളിന്റെ കാറ്റ് കുത്തി കളയുന്ന പോലെയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ അനുഭവത്തിലെ കാര്യമാണ് പറയുന്നത്. ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ കാറ്റടിച്ച് നല്ല ഫുട്ബോൾ നല്ല ടെമ്പറാവും.
അത് കഴിഞ്ഞ് ഒരു ഫോൺ കോൾ വേടുന്നെങ്കിലും ഒരു നെഗറ്റീവ് ഫോൺ കോൾ, അപ്പോൾ ഒരു സൂചിക്ക് ഒരു കുത്ത്, പന്തിന്റെ കാറ്റ് പകുതി പോയി. അടുത്തൊരു ഗോളോട് വരുമ്പോൾ പന്ത് തീർന്നു. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വീണ് കിടന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വിശുദ്ധി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിത്യതയെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങ് താങ്ങിയില്ലെങ്കിൽ, അങ്ങ് കൈക്ക് പിടിച്ചില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല കർത്താവേ, പറ്റില്ല. അപ്പോ ഇവിടെ ഒരു അറിവില്ലായ്മയുടെ ഭാഗമുണ്ട്. നമ്മുടെ ഡിസിഷൻ കൊണ്ടും നമ്മുടെ പഠനം കൊണ്ടും തീരുമാനങ്ങൾ, പഠനങ്ങൾ, ബോധ്യങ്ങൾ, എക്സ്പീരിയൻസ്, ഇതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കാമെന്ന മിഥ്യാധാരണ എടുത്തു കളഞ്ഞേരെ കർത്താവിന്റെ കാലെ കെട്ടിപ്പിടിച്ച് കരയുക, കർത്താവെ കൃപ തന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ പത്രോസ് കർത്താവ് പറഞ്ഞത് എന്ത് ചെയ്തില്ല? മനസ്സിലാക്കിയില്ല, സീരിയസ് ആയിട്ട് എടുത്തില്ല. പത്രോസ് അന്നേരം എന്നാ പറയണ്ടേന്നറിയോ? പത്രോസേ, ശീമോനെ, ഗോതമ്പ് പോലെ പാറ്റാൻ പോവാ. ഈ ഗോതമ്പ് പാറ്റുമ്പം ഗോതമ്പ് വെളി പോവോ? ഇല്ല, തവിടല്ലേ വെളി പോണേ. നീ തവിടാ, നിനക്ക് അത്രയ്ക്ക് വെയിറ്റേ ഉള്ളൂ, നിനക്ക് ഉള്ളിൽ കാമ്പ് കുറവാ, അപ്പൊ പാറ്റിയ നീ വെളി പോവും. അതറിയാവുന്നതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവനെ പിടിച്ചു പോകാതിരിക്കാൻ. സ്തോത്രം. അപ്പൊ പത്രോസ് എന്നായിരുന്നു ചെയ്യേണ്ടത്? എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് പിടിച്ചോളേ എന്നല്ലേ പറയണ്ടേ? എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് പിടിച്ചോളേ എന്നല്ലേ പറയണ്ടേ?